നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രത്യേകത എന്താണ്? വർഷങ്ങൾക്ക് ശേഷം 2016 ശേഷം അല്ലെങ്കിൽ 2011 ശേഷം ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്കും UDFിലേക്കും വരുന്നു എന്നതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വോട്ടുകൾ പൊതുവെ LDFിനൊപ്പമായിരുന്നു, CPMനൊപ്പമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ന്യൂനപക്ഷ വോട്ടുകൾ പൊതുവെ കോൺഗ്രസിലേക്ക് പോകുമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷ വോട്ടുകൾ, മൈനോറിറ്റി വോട്ടുകൾ പൊതുവെ CPMൻ്റെ ഒപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ കളി മാറി, ഗതി മാറി. ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ CPMന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. അവിടെ കോൺഗ്രസും UDFും വൻ നേട്ടം ഉണ്ടാക്കിയെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടക്കേ മലബാറിലും മധ്യ കേരളത്തിലും UDFന് വൻ തേരോട്ടം നടത്താൻ കഴിഞ്ഞത് ഈ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിലും UDFിലും ഏകീകരിച്ച് ലഭിച്ചതുകൊണ്ടാണ്. വടക്കേ മലബാറിൽ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായി തന്നെ കോൺഗ്രസിനും UDFിനും ലഭിച്ചു. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ UDFിന് ലഭിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, കൊച്ചി കോർപ്പറേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ എല്ലാ പ്രദേശങ്ങളും UDF സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ പഴയതുപോലെ തന്നെ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ഒരേ ദിശയിലേക്ക് ഒഴുകുകയും അങ്ങനെ കോൺഗ്രസിനും UDFിനും അത് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു. പലപ്പോഴും 1982 UDF ഉണ്ടായ കാലം മുതൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിലാണ് UDFിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്. ഹൈന്ദവ വോട്ടുകൾ വലിയൊരു ഭാഗം CPMലേക്ക്, പിന്നെ കുറച്ചൊക്കെ BJPയിലേക്കും പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ മാറി വരികയായിരുന്നു. 2011 ശേഷം ഏറെക്കുറെ ന്യൂനപക്ഷ വോട്ടുകൾ, BJPയിലേക്ക് പോകാത്ത ന്യൂനപക്ഷ വോട്ടുകൾ CPMന് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കോൺഗ്രസിലേക്ക് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ അളവ്, തോത് പതിയെ കുറഞ്ഞു വരുന്നു. 2016 2021 മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും ഏറെക്കുറെ UDFിനെ കൈവിട്ട അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് 2 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വലിയ മാർജിനിൽ പരാജയപ്പെടാൻ കാരണം. എന്നാൽ ആ ഒരു അവസ്ഥ മാറി വരുന്നതായി ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പഴയതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും UDFിലേക്ക് വലിയ തോതിൽ ചെല്ലുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രാമുഖ്യമുള്ള ഇടങ്ങളിലെല്ലാം UDF അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരുകയായിരുന്നു എന്നാണ് അതിൻ്റെ ആ കണക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈസ്തവ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് 8ഓളം ജില്ലകളിൽ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ UDFിന് കഴിഞ്ഞു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലെല്ലാം ഇതുപോലെ മൈനോറിറ്റി ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ, ഒരിടത്ത് മലബാറിലാണെങ്കിൽ മുസ്ലിം വോട്ടുകളും തെക്കാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകളും വളരെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ജില്ലകളിൽ UDF അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി എന്ന് പറഞ്ഞാൽ പോരാ, LDFിനെ നിലം തൊടിക്കാനുള്ള അവസരം അവിടെ അവർ കൊടുത്തില്ല. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്കും കോൺഗ്രസിലേക്കും തിരിച്ചു വരുമ്പോൾ കോൺഗ്രസും UDFും തങ്ങളുടെ പഴയ സുവർണ്ണകാലത്തേക്ക് മടങ്ങുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളം ആസ്വദിച്ച് ഭരണത്തിലേറിയ ഒരു കാലഘട്ടം UDF ഉണ്ടായിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലഘട്ടം, മാനിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടമൊക്കെ അങ്ങനെയായിരുന്നു. അന്ന് BJPക്ക് കേവലം 4%, 5% വോട്ടുകളെ കേരളത്തിൽ കിട്ടാറുള്ളൂ. എല്ലാ വോട്ടുകളും UDFിനും LDFിനും ഇടയ്ക്ക് വിഭജിച്ച് പോവുകയായിരുന്നു. എന്നാൽ ഇത്തവണ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് 20%-ലധികം വോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച അത്രയും വോട്ടിംഗ് പെർസെൻറ്റേജ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ലഭിച്ചു എന്നാണ് നമുക്ക് പ്രാഥമികമായ വിശകലനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPMലേക്ക് ഹൈന്ദവ വോട്ടുകൾ ഇപ്പോൾ ഏകീകരിക്കപ്പെടുന്നില്ല. ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നത് BJPയിലേക്കാണ്, കുറച്ച് കോൺഗ്രസിലേക്കാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്ക് കേന്ദ്രീകരിക്കുന്നു. നിലവിൽ CPMലേക്ക് കേന്ദ്രീകരിക്കാൻ ഒരു വിഭാഗത്തിനെയും വോട്ടില്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരിക്കൽ കൂടി, ന്യൂനപക്ഷ ഏകീകരണം ഒരിക്കൽ കൂടി CPMനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.